വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ലോക്സഭ പാസാക്കിയത് ജൂലൈ 22 രാജ്യസഭ പാസാക്കിയത് ജൂലൈ 25 അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ് ബില്ലിൽ ഒപ്പുവെക്കുന്നത് 2019 ആഗസ്റ്റ് 1 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കി. ഇതിനു മുൻപ് അവരുടെ കാലാവധി 5 വർഷമോ 65 വയസ്സോ ആയിരുന്നു. 2019 ഭേദഗതി പ്രകാരം അത് 3 വർഷമാക്കി ചുരുക്കി. അതേപോലെ ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കി. അതേപോലെ ഈ ഭേദഗതി പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാക്കുകയും കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കീഴിലുള്ള മറ്റു വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന കമ്മീഷണർമാരുടെയും ശമ്പളം 2,25,000 രൂപയാക്കി ഭേദഗതി